ഒരു കൂട്ടം മനുഷ്യർക്കിടയിലേക്ക് ഒരു ബോംബ് വന്ന് വീഴുകയാണ്. ആ ബോംബ് പൊട്ടുമ്പോൾ ഉണ്ടാവുന്ന ചൂട് കാരണം, ഏകദേശം 3000 ഡിഗ്രി സെൽഷ്യസോളം ചൂട് കാരണം അതിന് ചുറ്റുമുള്ള മനുഷ്യർ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ പോരാ, അവർ ഈ ഭൂമിയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായി എന്നാണ് ആ വാർത്ത വന്നിട്ടുള്ളത്. ഇതൊരു റിയൽ ഇൻസിഡൻ്റ് ആണ്. ഇസ്രായേൽ പലസ്തീനിൽ ബോംബിട്ടപ്പോൾ സംഭവിച്ച കാര്യമാണ്. നമ്മളൊന്ന് ആലോചിക്കണം, നമ്മുടെ വീട്ടിൽ ഒരു ചൂട് വെള്ളം അല്ലെങ്കിൽ ഒരു വെള്ളം നമ്മൾ ഒരു അടുപ്പിൽ ചൂടാക്കുമ്പോൾ ഏകദേശം 100 ഡിഗ്രി സെൽഷ്യസിലാണ് ചൂടാകുന്നത്. നമ്മളൊന്ന് തൊട്ടാൽ തന്നെ കൈ പൊള്ളും അല്ലേ? ഇപ്പോൾ 3000 ഡിഗ്രി സെൽഷ്യസിൽ ഈ ചൂടിലകപ്പെട്ടു പോയ മനുഷ്യരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട്. അവർക്കത് സഹിക്കാൻ പോലും പറ്റിയിട്ടുണ്ടാവില്ല എന്നുള്ളത്. ഒരു എല്ല് പോലും കിട്ടാത്ത രീതിയിൽ മനുഷ്യർ ഈ ഭൂമിയിൽ നിന്ന് 2800-ലേറെ മനുഷ്യർ ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. എങ്ങനെയാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്നതിന് മനുഷ്യത്വം പോലും നഷ്ടപ്പെട്ടു പോയി ഇത്രയേറെ ക്രൂരമാവാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ശരിക്കും ഇതൊരു യുദ്ധമല്ല, ഒരു തരം വംശഹത്യയാണ്. ഒരു കൂട്ടം മനുഷ്യർ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് അപ്പുറത്തിരിക്കുന്ന ഒരാൾ മനുഷ്യനാണ്. നമ്മളെപ്പോഴും എത്ര നമുക്ക് ശത്രുതയുണ്ടെന്നോ അല്ലെങ്കിൽ എത്ര നമുക്ക് വെറുപ്പുണ്ടോ ഉണ്ടായിക്കോട്ടെ, പക്ഷെ അപ്പുറത്തിരിക്കുന്ന ഒരു മനുഷ്യനാണ് എന്നുള്ള പരിഗണന നൽകാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. റാഫേൽ ലംകിൻ പറഞ്ഞൊരു വാചകമുണ്ട്, വംശഹത്യ ഒരിക്കലും യുദ്ധമല്ല, യുദ്ധത്തെക്കാൾ ഭയാനകമാണ് എന്നുള്ളത്. അപ്പം എപ്പോഴും നമുക്ക് മുമ്പിൽ ഇത്രയേറെ മനുഷ്യർ കൊല്ലപ്പെടുന്നു കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, അവരോട് കരുണ അല്ലെങ്കിൽ അവരോട് നമുക്കൊരു എമ്പതി തോന്നണം എന്നുള്ളതാണ്. അതിനെതിരെ പ്രതികരിക്കാൻ, അതിനെതിരെ സംസാരിക്കാൻ, അതിനെതിരെ നിലകൊള്ളാൻ നമുക്ക് ഹൃദയം കൊണ്ട് സാധിക്കണം എന്നുള്ളതാണ്. അപ്പം താങ്ക് യു സോ മച്ച്. കീപ് സ്മൈലിംഗ് ബൈ ഹാർട്ട്. ടോട്ടലി ബൈ ലിപ്സ്.